ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴയും ഇടിയൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് സീക്വൻസും ബീഡ്സും ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉള്ള ക്ലോത്താണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം ഇതുപോലുള്ള മോട്ടീവ്സൊക്കെ ഉള്ള പഴയ ക്ലോത്ത് കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുക. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഹെയർ ബോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ ബോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്ലോത്തിൽ നിന്ന് കുറച്ച് സീക്വൻസ് വർക്കുകൾ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം ഇതുപോലെ ചെറിയ സീക്വൻസാണ് അതിലുണ്ടായിരുന്നത്. അപ്പം ഞാനതെല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കൈവശമുള്ള പഴയ ക്ലോത്തുകൾ ഉണ്ടെങ്കിൽ അതൊന്നും കളയണ്ട. ഇതുപോലെ വർക്കുകളുള്ളതെല്ലാം സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ ബോസ് മേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോം ഷീറ്റിൽ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫോം ഷീറ്റ് ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ റോസ് തുണിയായതുകൊണ്ട് റോസ് ഫോം ഷീറ്റ് എടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സീക്വൻസ് ഇതിലൊട്ടിച്ച് കൊടുക്കാം. നമ്മൾ ആ സീക്വൻസ് തുണിയോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള പഴയ ക്ലോത്തുകളൊക്കെ കളയാതിരിക്കുക. അതിൽ ഇതുപോലെയുള്ള മോട്ടീവ്സൊക്കെ കാണും. അപ്പോൾ അതെല്ലാം വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന് പേര് നമ്മൾ ഇതിലുള്ള ഏതെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഹെയർ ബോസ് വീതി കുറഞ്ഞതോ വീതി കൂടിയതോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മളതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോണിന് വരെ മുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഐഡിയ മാത്രമാണ് പറയുന്നത്. ഈ ഐഡിയ കുറച്ചുകൂടെ മികച്ച രീതിയിൽ നിങ്ങളുടെ കഴിവ് പോലെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഹെയർ ബോയിൽ ഈ സീക്വൻസ് എല്ലാം ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ B7000 ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ ആഡ് ചെയ്യാം. ഗ്ലൂ ഗണ്ണിൻ്റെ പശയാണെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ സീക്വൻസ് എല്ലാം 1 by ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ക്ലോത്തുകൾ ഇതുപോലെയുള്ള വർക്ക്സൊക്കെയുള്ള ക്ലോത്തുകളോ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹെയർ ബോ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് പൈസ മുടക്കി നമ്മളതിന് വേണ്ടിയിട്ട് ഒത്തിരി പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം 1 by ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പൈസ മുടക്കി ഒത്തിരി ബീഡ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഗ്ലിറ്റർ ട്യൂബ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് അധികം ചിലവില്ലാതെ ഹെയർ ബോസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനെൻ്റെ ചാനലിൽ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തുകൊണ്ടോ അത് വെച്ചിട്ട് ഹെയർ ബോ ചെയ്യുക. അപ്പോൾ ഒരുപാട് പൈസ മുടക്കും നമ്മൾ അതിന് പുറകെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബട്ടർഫ്ലൈ ഒന്ന് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കണം.
ഞാൻ കഴിവതും ഒരുപാട് ചിലവില്ലാത്ത മോഡൽ ഹെയർ ബോസാണ് ഇതിൽ കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ ഏത് സാധാരണക്കാർക്കും അതേ പൈസ ചിലവില്ലാത്ത നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കുള്ള ഒരു ഐറ്റം പോലെ നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള വർക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ബോയിൽ ബട്ടർഫ്ലൈയുടെ ഫോം ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണ്. അപ്പം എൻ്റെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബോസ് ഒക്കെ അതിൻ്റെ വർക്കുകൾ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പം നമ്മുടെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് നല്ല മികച്ച വർക്കായിട്ട് നമ്മൾ അടുത്ത് കാണുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.